ശബരിമല വിഷയത്തിൽ LDF സർക്കാരിനൊപ്പം എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുന്നു NSS ജനറൽ സെക്രട്ടറി. പ്രതിഷേധങ്ങൾ വന്നോട്ടെ, നേരിട്ടോളാമെന്ന് NSS പ്രതിനിധി സഭാ സമ്മേളനത്തിന് മുൻപ് ജി സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയ നിലപാടില്ലെങ്കിലും ഇപ്പോഴത്തേത് സമദൂരത്തിലെ ശരിദൂരമാണെന്നും NSS പ്രതിനിധി സഭയിൽ ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. BJP വാക്ക് പാലിച്ചില്ലെന്നും കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചെന്നും വിമർശിച്ച ജി സുകുമാരൻ നായർ പുതിയ നിലപാടിൽ രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ട എന്നും വ്യക്തമാക്കി. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരമുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അത് അംഗീകരിച്ചു. NSS SNDP നിലപാടുകളിൽ കോൺഗ്രസിന് ആശങ്കയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഞങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ എഴുതുന്നതാണ് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന്. ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങളുടേത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേരളത്തിലെ UDF എടുത്തിരിക്കുന്നത് ഉറച്ച മതേതര നിലപാടാണ്. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഞങ്ങൾ ഒരു പ്രീണന നയം ഞങ്ങളുടേതില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ CPM ആ പ്രീണന നയവുമായി പോവുകയാണ്. ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങൾ അവരെടുത്ത നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല, ആരോപണം ഉന്നയിച്ചിട്ടില്ല, ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അതേസമയം കോട്ടയം ചേന്നാട് എന്ന് ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർന്നു. ടോബി ജോൺസൺ കോട്ടയത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ടോബി, NSSന്റെ രാഷ്ട്രീയ നിലപാട് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായി എങ്ങോട്ടാണ് ചായ്വ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് ജി സുകുമാരൻ നായരുടെ പ്രതികരണം. അതിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു, BJPയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പക്ഷെ അപ്പോൾ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. എത്ര പ്രതിഷേധങ്ങളും എതിർപ്പുകളും വന്നോട്ടെ, ഈ നിലപാടാണ് നിലപാട് എന്ന് കൃത്യമായി പറയുന്നു ജി സുകുമാരൻ നായർ. ആ രീതിയിൽ വലിയ ആത്മവിശ്വാസം ഉള്ള വാക്കുകളായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ എന്താണ് അത്, ഏത് രീതിയിലാണ് NSSനകത്ത് ചർച്ചയാകുന്നത്? ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഇതിനെ രാഷ്ട്രീയമായി കാണുന്നില്ല, കോൺഗ്രസിന് അതിൻ്റെതായ അല്ലെങ്കിൽ UDF അതിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട് എന്നൊക്കെ സതീശനടക്കം പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രധാനപ്പെട്ട തീരുമാനവും പ്രഖ്യാപനവുമായി കാണാൻ കഴിയുമോ ടോബി? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ലെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളെ ഇത് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. ശബരിമല വിഷയം, അതായത് ആഗോള അയ്യപ്പ സംഗമം, ഒപ്പം തന്നെ സ്ത്രീ പ്രവേശനം, ഈ വിഷയങ്ങളിലാണ് സർക്കാരിന് ഒരു പൂർണ്ണ പിന്തുണ അല്ലെങ്കിൽ LDFന് പിന്തുണ നൽകുന്നതായിട്ട് NSS പറഞ്ഞത്. ആ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എടുത്ത ആ ഒരു തീരുമാനത്തിന് ഇന്നത്തെ പ്രതിനിധി സഭയോടുകൂടി കൂടുതൽ ശക്തി ലഭിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഈ പ്രതിനിധി സഭയിലെ 300 അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് ആ തീരുമാനത്തെ അംഗീകരിച്ചു. അങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഉണ്ടായ ഒരു നീക്കം എന്ന് പറയുന്നത് സുകുമാരൻ നായർ പറഞ്ഞത് ഒരു രാഷ്ട്രീയ നിലപാടല്ല, ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടാണെന്നാണ്. അത് കൃത്യമായി ഈ പ്രതിനിധികളെല്ലാം, അതിൽ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ട്, BJP അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ട്, CPM അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം ഒരുപോലെ വിശ്വാസത്തിലെടുക്കാൻ NSSനുള്ളിൽ തന്നെ ഒരു വിശ്വാസ്യത ആ നിലപാടിൽ നേടിയെടുക്കാൻ സുകുമാരൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് LDFനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും BJPക്കും തിരിച്ചടിയുമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു രാഷ്ട്രീയ വിഷയം, ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് അതാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട് സുകുമാരൻ നായരും NSSും. അതുപോലെ തന്നെ BJPയും കാര്യമായിട്ട് അധികാരമുണ്ടായിട്ടും കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് രാഷ്ട്രീയമായി ഒരു ചർച്ച വരുന്നത്. പക്ഷേ ഈ നിലപാടിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ടതില്ല എന്നുകൂടി പറയുന്നിടത്താണ് ആ സമദൂരം എന്നുള്ള നിലപാടിലേക്ക് NSS വരുന്നത്. സമദൂരത്തിലെ ശരിദൂരമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും NSSനുള്ളിൽ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനെയൊന്നും കാര്യമായിട്ടുള്ള മുഖവിലേക്ക് എടുക്കുന്നില്ല, അതിനോടൊന്നും പ്രതികരിക്കാനേ ഇല്ലെന്നുള്ള നിലപാടിലാണ് സുകുമാരൻ നായരും NSSും ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയത്ത് ഒരു രാഷ്ട്രീയ വിശദീകരണം
വിശദീകരണ യോഗം UDF നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ UDF കൺവീനറും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. സമവായത്തിനില്ല എന്ന് പറയുമ്പോഴും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പോരിലേക്ക് NSSുമായിട്ട് UDF പോകാൻ സാധ്യതയില്ല. കാരണം 2 തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി ടോബി, എന്തായാലും NSS നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സമദൂര നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചുവെന്നും ഒപ്പം BJP വാക്കുപാലിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. ഒപ്പം LDF സർക്കാരിന് പിന്തുണ എന്ന് പറയുമ്പോൾ എന്താണ് ആ സമദൂരത്തിലെ ശരിദൂരം എന്ന് വ്യക്തമാവുന്നുണ്ട്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.